നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ടാറിങ് ടാർ റോഡ് എന്നൊക്കെ പറയുമെങ്കിലും ടാറും ബിറ്റുമിനും സെയിം ആണ്. ആണോ? ആരെങ്കിലും? അല്ല സാർ. അല്ല. ഇനി വേറൊരു സാധനമുണ്ട്. ഇപ്പൊ നിങ്ങൾ യു എസിലൊക്കെ പോവാണെങ്കിൽ അല്ലെങ്കിൽ യു കെയിലൊക്കെ പേപ്പേഴ്സ് വായിക്കുകയാണെങ്കിൽ അവിടെ അസ്ഫാൾട്ട് എന്നൊരു സാധനമുണ്ട്. ഈ അസ്ഫാൾട്ടും ബിറ്റുമിനും സെയിം ആണോ? നിങ്ങൾ കോമൺ ആയിട്ട് ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന 3 ടേംസ് ആണ് ബിറ്റുമിൻ, ടാർ, അസ്ഫാൾട്ട്. അസ്ഫാൾട്ടും ബിറ്റുമിനും സെയിം ആണോ? അതെ സാർ. അത് സെയിം ആണ്. ഇപ്പൊ നമ്മൾ യു കെ അല്ല യു എസ് എന്ന് കഴിഞ്ഞാൽ അവർ അസ്ഫാൾട്ട് റോഡ് എന്നേ പറയത്തുള്ളൂ. നിങ്ങൾ ഗൂഗിൾ ചെയ്താലും എല്ലായിടത്തും അസ്ഫാൾട്ട് തൊട്ടാമേ കാണത്തുള്ളൂ. അസ്ഫാൾട്ടും ബിറ്റുമിനും മോറോലെസ് സെയിം ആണ്. അത് രണ്ടും ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. രണ്ടും ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ടാർ എന്തായിരിക്കും സാധനം? ടാർ എന്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും? എന്തായിരിക്കും? ടാർ കോളിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ടാർ കോളിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർ എന്ന് പറഞ്ഞ സാധനം കോളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ബിറ്റുമിൻ എന്നുള്ളത് ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു മെയിൻ പ്രൊഡക്റ്റ് കാണുമല്ലോ. ബൈ പ്രൊഡക്റ്റ് എന്ന് സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റ് എന്നാണ് വിചാരിക്കുക. അപ്പൊ എന്തിന്റെയോ ലാസ്റ്റ് വരുന്ന വേസ്റ്റ് ആണ് ഈ പറഞ്ഞ ബിറ്റുമിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ മെയിൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി പ്രൊഡക്റ്റ് എന്തായിരിക്കും? പെട്രോൾ. പെട്രോള്, ഡീസൽ, ഗ്യാസ് ഓയിലൊക്കെയാണ് ക്രൂഡ് ഓയിലിന്റെ മെയിൻ പ്രൊഡക്റ്റ്. അപ്പോ സാധാരണഗതിയിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ബിറ്റുമിന് ഒരു ക്ഷാമം വരേണ്ട കാര്യമില്ല. കാരണം പെട്രോളും ഡീസലും എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയും കാലവും നമുക്ക് ഈ ബിറ്റുമിൻ കിട്ടും. കാര്യം ഇതിന്റെ രണ്ടിന്റെ ബൈ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എത്ര കാലം നമ്മൾ ബിറ്റുമിനും പെട്രോളും ഡീസലും യൂസ് ചെയ്യുന്നോ അത്രയും കാലവും നമുക്ക് ബിറ്റുമിൻ കിട്ടും. പെട്രോളും ഡീസലും ഔട്ട്ഡേറ്റഡ് ആയിട്ടല്ല വേറൊരു ഫ്യൂവൽ വരുന്ന കാലത്ത് തീർച്ചയായിട്ടും ഇതിനും ക്ഷാമം ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിറ്റുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ബിറ്റുമിൻ ഇസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് കോൾ. ഇതിന്റെ പ്രൈമറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെട്രോളും ഡീസലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് വരുന്ന ലെഫ്റ്റ് ഓവറിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ബിറ്റുമിൻ കിട്ടുന്നത്. പിന്നെ ആസ് ഫാർ ആസ് ദ പ്രസന്റ് കണ്ടീഷൻ ഇസ് കൺസേൺ, ടിൽ ഡേറ്റ് വെൻ വി ആർ യൂസിങ് ഡീസൽ ഓർ പെട്രോൾ there will be no scarcity for bitumen. Okay, so ഇതാണ് ബിറ്റുമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ 3 പോയിന്റ് എഴുതിയെടുത്തു. സാറ് ഇത് മാറ്റിയായിരുന്നു? ഇല്ലില്ല, ഒന്നും കാണുന്നില്ലേ? ബ്ലാങ്ക് ആണോ? അസൈൻമെന്റ് കിടക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ കിടക്കുന്നു. അത് മാറുന്നില്ലേ? മാറിയില്ല. ഞാൻ ഒന്നും കൂടെ സ്ലൈഡ് ഇടാം. ഒരു മിനിറ്റ്. കാണാവോ? കാണാം സാറേ. ഓക്കെ, ഇപ്പൊ ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂസസ് ഓഫ് ബിറ്റുമിൻ. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ടാറിങ് എന്ന് ആർക്കെങ്കിലും പറയുവാണെങ്കിൽ അവർ തിരുത്തണം. ഇത് ടാർ അല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ സാധനമാണ്, ഇത് ബിറ്റുമിൻ ആണെന്നുള്ളത് പറയണം. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രജനും കാർബണും ആണ് ഈ ബിറ്റുമിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത പറയട്ടെ. ഇത് എഴുതിയായിരുന്നോ? ഓക്കെ, ഇനി ടെസ്റ്റ് ഓൺ ബിറ്റ്വൻ ആണ്. നമുക്ക് ശരിക്കും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. നമുക്ക് ബേസിക്കലി ബിറ്റ്വനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് 4 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ്, 2 ഡക്ടിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്നിന്റെ റിലവൻസ് ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഗ്രിഗേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ബിറ്റ്വനും പല നാച്ചുറൽ ഓറിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ഡൽഹിയിൽ ഉണ്ടാക്കുന്ന റോഡും കേരളത്തിൽ ഉണ്ടാക്കുന്ന റോഡും അനുഭവിക്കാൻ പോകുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ സെയിം ആയിരിക്കുമോ? ഡൽഹിയിലെ റോഡും കേരളത്തിലെ റോഡും തമ്മിൽ അല്ല. കേരളത്തിൽ ചിലപ്പം എക്സ്ട്രീം ടെമ്പറേച്ചർ ഉണ്ടാവാം. ചിലപ്പം കേരളത്തിലെ പേവ്മെന്റ് ടെമ്പറേച്ചർ 60 ഡിഗ്രി വരെ പോവാം. അറ്റ്മോസ്ഫിയറിക് മാക്സിമം എവിടെ വരെ പോകും? നമുക്ക് സാധാരണ കേരളത്തിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഏപ്രിൽ മെയ്യിലൊക്കെ എത്ര വരെ പോവാം? എത്ര വരെ പോവാം? 38-40. 38, മാക്സിമം 40 വരെ പോവാം. അല്ല, പാലക്കാടൊക്കെ 40 വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേവ്മെന്റ് ടെമ്പറേച്ചർ ഈ 40യേക്കാൾ തീർച്ചയായിട്ടും മുകളിലായിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിൽ 40 ആണെങ്കിൽ ഈ പേയ്മെന്റിന്റെ ബ്ലാക്ക് കളറും അതിന്റെ ഒരു നേച്ചറും കാരണം അത് കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പം ഈ 40 ഡിഗ്രി അറ്റ്മോസ്ഫിയറിക്ക് വരുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 60 ഡിഗ്രി വരെ കയറി പോകും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിറ്റ്വനെ നമ്മൾ ഒരു ചെറിയ സാമ്പിൾ ഉണ്ടാക്കും. ഈ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റിന്റെ പ്രൊസീജിയർ ഞാൻ പറയുന്നത്, ഒരു ചെറിയ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് സാമ്പിൾ ഉണ്ടാക്കും. എന്നിട്ട് ഈ കാണുന്ന അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇതിന്റെ ഇവിടെ കൊണ്ട് ആ ബിറ്റ്വൻ പ്ലേസ് ചെയ്യും. ഒരു മോൾഡിനകത്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ കാണുന്ന പോലെ ഇപ്പൊ ആദ്യമേ അത് 5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനെ ചൂടാക്കി ഏത് ടെമ്പറേച്ചറിലാണോ ഈ ബിറ്റ്വൻ ഉരുകുന്നതെന്ന് നോക്കും. അത് സാധാരണ ഇതിലൊരു 55 ഒക്കെ ആകുമ്പം ഈ ബിറ്റ്വൻ ഉരുകും. സപ്പോസ് ഇമാജിൻ ഒരു 55 ആകുമ്പം ഉരുകുന്ന ബിറ്റ്വൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബിറ്റ്വൻ വെച്ച് കേരളത്തിലെ പാലക്കാട് റോഡ് ഉണ്ടാക്കിയാൽ ഏപ്രിൽ മെയ് ആകുമ്പം അത് ശരിയാവുമോ? ഈ 55 ആകുമ്പം ഉരുകി ഫ്ലോ ചെയ്യുന്ന ബിറ്റ്വൻ വെച്ചിട്ട് പാലക്കാട് പോലുള്ള സ്ഥലത്ത് റോഡ് ഉണ്ടാക്കിയാൽ അത് നിൽക്കുവോ അതോ പ്രശ്നം വരുമോ? എന്റെ ചോദ്യം മനസ്സിലായോ? ഇവിടെ നമ്മൾ ബിറ്റ്വനെ ചൂടാക്കുക, ഒരു ചെറിയ സാമ്പിൾ ഉണ്ടാക്കി വെച്ചിട്ട് 5 ഡിഗ്രിന്ന് ചൂടാക്കി, 5, 10, 15, 15, 20, 55 ഡിഗ്രി ആയപ്പം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഉരുകാൻ തുടങ്ങി. ഏത് ടെമ്പറേച്ചറിലാണ് ബിറ്റ്വൻ ഉരുകുന്നതെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റിൽ. അപ്പോൾ എനിക്ക് കിട്ടി 55 ഡിഗ്രി ആയപ്പം ആ ബിറ്റ്വൻ ഉരുകുന്നുണ്ട്. എന്റെ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബിറ്റ്വൻ വെച്ച് ഞാൻ പാലക്കാട് റോഡ് ഉണ്ടാക്കിയാൽ ആ റോഡ് നിലനിൽക്കുമോ അതോ പെട്ടെന്ന് പൊളിഞ്ഞു പോവോ? അത് പൊളിഞ്ഞു പോകും. അപ്പം അതാണ് ഈ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റിന്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് എവിടെയാണോ ഉപയോഗിക്കാൻ പോകുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കണം. ആ ടെമ്പറേച്ചറിനേക്കാൾ ഹയർ സോഫ്റ്റനിങ് പോയിന്റ് ഉള്ള ബിറ്റ്വൻ വേണം നമ്മളവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡക്ടിലിറ്റി ടെസ്റ്റ് ആണ്. ഡക്ടിലിറ്റിക്ക് അതെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന മോൾഡ്, ഈ താഴത്തെ മോൾഡ് നോക്കുക. നിങ്ങൾക്ക് എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതുപോലൊരു മോൾഡ് ഉണ്ട്. ഈ മോൾഡിൽ ഞാൻ ബിറ്റ്വൻ ഒഴിക്കും. ഈ ഒരു പോർഷനിൽ ഞാൻ ബിറ്റ്വൻ ഒഴിക്കും. എന്നിട്ട് ഈ പോയിന്റ് ഞാൻ ഫിക്സ്ഡ് ആക്കി വെക്കും. ഓക്കെ, ആൻഡ് ബിഫോർ ദാറ്റ് വാട്ട് ഡു യു മീൻ ബൈ ഡക്ടിലിറ്റി? ഡക്ടിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരിക്കും? വലിച്ചു നീട്ടാൻ പറ്റുന്നത്. അതിന്റെ ഒരു ഓപ്പോസിറ്റ് ടേം എന്തായിരിക്കും? ഡക്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് ടേം എന്തായിരിക്കും? ഡക്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് ടേം എന്തായിരിക്കും? നമ്മള് എമോഷനൊക്കെ പഠിച്ചാലേ, ടഫ് എന്ന് പറയാൻ പറ്റില്ല. ഡക്ടൈലിന് പറയാൻ നീണ്ടങ്ങ് പോകും. നമ്മള് ഈ പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ പഠിച്ചല്ലേ സ്റ്റീൽ റോഡിന്റെ. അപ്പൊ നീണ്ടു പോവാണെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ ഇസ് ഡക്ടൈൽ. പെട്ടെന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ ഇസ് ബ്രിട്ടിൽ. പെട്ടെന്ന് പോവാണ് ബ്രിട്ടിൽ. അപ്പൊ ഡക്ടൈലിന്റെ ഒരു ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ ബ്രിട്ടിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്
ഈ ബിറ്റുമിന് എത്രത്തോളം ഡക്റ്റൈൽ ആവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ മോൾഡിൽ നമ്മൾ ബിറ്റുമിൻ ഒഴിക്കും, ഒരു പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ദിസ് പോയിന്റ് ഇസ് ഫിക്സ്ഡ്, ദിസ് പോയിന്റ് ഇസ് ഫിക്സ്ഡ്. എന്നിട്ട് രണ്ടാമത്തെ പോയിന്റിന് ഒരു മോട്ടർ വെച്ച് പതിയെ വലിക്കും. അപ്പോൾ എത്ര നീളം വരെ ഇതിന് നീണ്ടു പോകാമെന്നാണ് നോക്കുന്നത്. ഐഡിയലി ഈ ബിറ്റുമിനസ് മെറ്റീരിയൽ ഡക്റ്റൈൽ ആവണം. കാര്യം ഡക്റ്റൈൽ ആയെങ്കിലേ അത് അഗ്രിഗേറ്റിന് പുറത്ത് അതിന് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കോട്ടിങ്ങും വരത്തില്ല, ഒരു പ്രോപ്പർ അഡ്ഹഷനും വരത്തില്ല, പെട്ടെന്ന് അത് പൊളിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ബിറ്റുമിന്റെ ആദ്യത്തെ 2 ടെസ്റ്റുകൾ. നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം എഴുതുക. ടെസ്റ്റ് ഓൺ ബിറ്റുമിൻ. ഫസ്റ്റ് വൺ ഈസ് സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ്. Just a sentence saying that it is used to measure the temperature at which bitumen starts to flow. ഒരു പോയിന്റ് മാത്രം എഴുതുക. It is used to measure softening point test hyphen. It is used to measure the temperature at which bitumen starts to flow. It is used to measure the temperature at which the bitumen starts to flow. രണ്ടാമത് എഴുതുക ഡക്റ്റിലിറ്റി ടെസ്റ്റ്. ഡക്റ്റിലിറ്റി ടെസ്റ്റ്. It is used to measure the ability of a bitumen to stretch. It is used to measure the ability of a bitumen to stretch. It is used to measure the ability of a bitumen to stretch. അപ്പോൾ ബിറ്റുമിന്റെ ആദ്യത്തെ ടെസ്റ്റ് എന്നുള്ളത് സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ് ആണ്, രണ്ടെന്നുള്ളത് ഡക്റ്റിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ. നൗ തേർഡ് വേർഡ് ഇസ് പെനിട്രേഷൻ ടെസ്റ്റ്. പെനിട്രേഷൻ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന അപ്പാരറ്റസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഈ പാത്രത്തിൽ ബിറ്റുമിൻ നിറയ്ക്കും. ഈ പാത്രത്തിൽ നമ്മൾ ബിറ്റുമിൻ നിറയ്ക്കും. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ CBR പോലെ തന്നെയാണ്. എന്താ CBR എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു? നമ്മൾ ആദ്യം പഠിച്ചാണ് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ ആയിരുന്നു അല്ലെ. CBR കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സോയിലിന് പെനിട്രേഷനോടുള്ള റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇവിടെയും സെയിം സാധനം. ഒരു സാമ്പിൾ എടുത്ത് വെക്കുന്നു, ഒരു നീഡിൽ ഇതിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു നീഡിൽ പെനിട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് ലോഡ് ആയിരിക്കും, ഒരു 100 ഗ്രാമിന്റെ ഫിക്സഡ് ലോഡാണ്. ഈ ലോഡിങ് കൊടുക്കുമ്പോൾ എത്രത്തോളം പെനിട്രേറ്റ് ആയെന്നാണ് നോക്കുന്നത്. നമ്മുടെ CBRന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സാമ്പിൾ എടുത്ത് വെച്ചിട്ട് 100 ഗ്രാം ലോഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പെനിട്രേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇവിടെ എഴുതാം പെനിട്രേഷൻ ടെസ്റ്റ് ഹൈഫൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എ ബിറ്റുമെൻ ടു പെനിട്രേഷൻ. It is used to measure the resistance of bitumen to penetration, or in other words, it is the measure of hardness of bitumen. ബിറ്റുമിന്റെ ഹാർഡ്നെസ് ആണെന്ന് വേണേൽ പറയാം. പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്തത് ഒന്നെങ്കിൽ ബിറ്റുമിന്റെ പെനിട്രേഷനോടുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ we can say it is resistance to, it is measuring the hardness of bitumen. Okay, and the fourth and the last one is viscosity test. Viscosity test. Now, what do you mean by viscosity? Resistance to flow. Resistance to flow. Resistance to flow. അപ്പോൾ ബിറ്റുമിന് വിസ്കോസിറ്റി കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? ബിറ്റുമിന് വിസ്കോസിറ്റി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേറെ കുറച്ച് എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. കമ്പയർ ടു വാട്ടർ, വെള്ളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റുമിന്റെ വിസ്കോസിറ്റി കൂടുതലാണോ കുറവാണോ? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ്, തീർച്ചയായിട്ടും കൂടുതലാണ്. എന്റെ ചോദ്യം, ഇത് കൂടും, ഇപ്പൊ 2 ബിറ്റുമിൻ ഉണ്ട്, ഒന്നിന് മറ്റൊന്നിനേക്കാളും വളരെ കൂടുതലാണ് വിസ്കോസിറ്റി. അപ്പൊ വിസ്കോസിറ്റി കൂടുന്നത് നല്ലതെന്ന് എപ്പോഴും പറയാൻ പറ്റുമോ? ഇല്ല, കുറയുന്നല്ലേ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അതിപ്പോ ചൂട് കൂടുമ്പം ഈ ബിറ്റുമിനെ ഒഴുകി പോവായിരിക്കും.
നമ്മൾ ഒരു കാര്യം ഓർക്കണം, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഒഴുകി പോവല്ലേ ചെയ്യുന്നത്? കൂടുതലല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിസ്കോസിറ്റി കൂടണമെന്നാണോ? കൂടണം. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടണം എന്നാണ് വിചാരിക്കും. പക്ഷെ വേറെ കുഴപ്പമെന്നറിയോ, നമ്മൾ ഈ പിന്നെ ടാറിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ബിറ്റുമിനസ് കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇതിനെ ഉരുക്കണം. ഇത് ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അഗ്രിഗേറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിസ്കോസിറ്റി ഒരുപാട് ഹൈ ആയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് കൊടുത്താലേ ഈ സാധനം ഉരുകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ കാണുമ്പം ഈ ബിറ്റുമിൻ വളരെ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇതിനെ ചൂടാക്കി ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അഗ്രിഗേറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടാറിങ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇത് ചൂടാക്കണം. ചൂടാക്കിയാൽ അഗ്രിഗേറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിസ്കോസിറ്റി എത്രത്തോളം ഹൈ ആവുന്നു അത്രത്തോളം ചൂട് വേണ്ടി വരും ഇതിനൊന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കാനായിട്ട്. പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ട്. ഒരിക്കലും നമുക്ക് വിസ്കോസിറ്റി കൂടുന്നതാണെന്ന് എപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. വിസ്കോസിറ്റി ഷുഡ് ബി വിത്തിൻ എ റേഞ്ച്. പക്ഷെ എപ്പോഴും പറയുന്നത് വിസ്കോസിറ്റി ഹയർ ആണ് നല്ലതെന്നാണ്. കാര്യം നമ്മുടെ മെയിൻ പ്രശ്നമുള്ളത് ചൂട് കൂടുമ്പോൾ ഈ പറഞ്ഞ റോഡ് ഫെയിൽ ആവുന്നുണ്ട്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വിസ്കോസിറ്റി ഷുഡ് ബി ഹൈ. ഒറ്റ കാര്യം എഴുതിയാൽ മതി, viscosity test, it is a measure of resistance to flow. It is a measure of resistance to flow. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അപ്പാരറ്റസ് ഉണ്ട്. അത് 40 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യും. 40 ഡിഗ്രി ഹീറ്റ് ചെയ്തിട്ട് അതിന് താഴെ ഒരു ലിഡ് ഉണ്ട്. ആ ലിഡ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര സമയം കൊണ്ടാണ് 50 സെന്റിമീറ്റർ ക്യൂബ് നിറയുന്നത് നോക്കും. അപ്പൊ ആ ടൈം വെച്ചിട്ടാണ് വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നത്. ബേസിക്കലി വിസ്കോസിറ്റി ഇസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ബിറ്റ്വീൻ 4 ടെസ്റ്റ് ഉണ്ടായിരുന്നു: സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ്, ഡക്ടിലിറ്റി ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ്, വിസ്കോസിറ്റി ടെസ്റ്റ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, now the next topic is grading of bitumen. Grading of bitumen. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഗ്രേഡിംഗ് ഓഫ് ബിറ്റുമിൻ എന്താ? ഒരു മെറ്റീരിയലിനെ ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ വേറെ എന്തെങ്കിലും മെറ്റീരിയലിന്റെ ഗ്രേഡിംഗ് പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റഡീഡ് ഗ്രേഡിംഗ് ഓഫ് സിമെന്റ്? ഉണ്ട്. ഏതൊക്കെ സിമെന്റ് ഉണ്ട്? സിമെന്റ് ഏതൊക്കെ ഗ്രേഡ് ഉണ്ട്? 33, 43, 53 ഉണ്ട് അല്ലേ? ഇത്ര ഉണ്ടോ? സോറി, പിന്നെ OPC ഉണ്ട്, PPC ഉണ്ട്. ഏതൊക്കെ? എന്താ OPC എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, PPC. അപ്പം ഏതൊരു മെറ്റീരിയലും ഇതുപോലത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെ? 33, 43 ഒക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഇപ്പം കോൺക്രീറ്റിന്റെ കേസിലാണെങ്കിൽ M30 അതിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ബിറ്റുമിനെ നമുക്ക് ഗ്രേഡ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ബേസിക്കലി 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെനിട്രേഷൻ ഗ്രേഡിംഗ്. പെനിട്രേഷൻ ഗ്രേഡിംഗ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ മാത്രം എഴുതി പോയാൽ മതി. പെനിട്രേഷൻ ഗ്രേഡിംഗ് ഹൈഫൻ it is based on the penetration value of bitumen. It is based on the penetration value of bitumen. നമ്മൾ കുറച്ച് മുമ്പ് പെനിട്രേഷൻ ടെസ്റ്റ് എന്താന്ന് കണ്ടു. അപ്പൊ സപ്പോസ് A80/100 എന്നാണ് അതിനെ വിളിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ ബിറ്റുമിന്റെ പെനിട്രേഷൻ 80-നും 100-നും ഇടയ്ക്കാന്നുള്ളതാണ്. ഇതിനൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര എഴുതുക. ഗ്രേഡിംഗ് ഓഫ് ബിറ്റുമൻ. ഫസ്റ്റ് ടൈപ്പ് is penetration grading. It is based on the penetration value of the bitumen. For example, A80/100 means അതിന്റെ penetration 80-നും 100-നും ഇടയ്ക്കായിരിക്കും. ഫസ്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെനിട്രേഷൻ ഗ്രേഡിംഗ് ആണ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പെനിട്രേഷൻ വാല്യൂ. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ A80/100 means the penetration value is between 80 and 100. ഈ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആയി. ഈ സിസ്റ്റം ഇപ്പോൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയി, ആരും യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മിക്ക ടെസ്റ്റുകളും US കോപ്പി അടിക്കുന്നതാണ്. US സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നു, നമ്മളത് കോപ്പി ചെയ്യുന്നു. US ഒത്തിരി ക്ലൈമാറ്റിക് സോൺസ് ഉണ്ട്. അവർ അതിന് അനുയോജ്യമായിട്ടാണ് 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു റോഡിൽ ഈ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമോ? അറ്റ്മോസ്ഫിയറിക് ഒരു പക്ഷെ 25 ആയിരിക്കും, പക്ഷെ ഒരിക്കലും പേയ്മെന്റ് ടെമ്പറേച്ചർ 25 ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി. ഇതിവിടെ ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല.
നമ്മൾ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് വിസ്കോസിറ്റി ഗ്രേഡിംഗ് ആണ്. വിസ്കോസിറ്റി ഗ്രേഡിംഗ്. അപ്പൊ രണ്ടാമത്തെ ഗ്രേഡിംഗ് സിസ്റ്റം എഴുതുക, വിസ്കോസിറ്റി ഗ്രേഡിംഗ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി viscosity value of bitumen. Viscosity അത്ര എഴുതിയാൽ മതി. It is based on the viscosity value of bitumen. Viscosity grading hyphen. It is based on the viscosity value of bitumen. ഒരു point ആഡ് ചെയ്തു. Currently we use VG30 or VG40 bitumen in India. ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നേ VG30 ആയിരിക്കും അല്ലെ VG40 ആയിരിക്കും. കറന്റ്ലി വി യൂസ് VG30 ഓർ VG40. അപ്പൊ ആദ്യത്തെ പെനിട്രേഷൻ ഗ്രേഡിംഗ് ആയിരുന്നു, ആ സാധനം ഔട്ട്ഡേറ്റഡ് ആയി. രണ്ടാമത്തത് വിസ്കോസിറ്റി ഗ്രേഡിംഗ് ആണ്, അതാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അത് വിസ്കോസിറ്റി വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് പ്രകാരം ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ VG30 ആയിരിക്കും അല്ലെങ്കിൽ VG40 ആയിരിക്കും. ഓക്കെ, നൗ ദ തേർഡ് വൺ ഇസ് performance grading. Performance grading. അവിടെ ഈ ഏറ്റവും എഴുതിക്കോ. The PG system measures physical properties that directly relate to field performance. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇതൊരു വളരെ അപ്കമിങ് ആണ്. നിലവിൽ ഇത് US മാത്രമേ ഉള്ളൂ, ഒരു അപ്കമിങ് സിസ്റ്റം ആണ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിലെ റോഡിന്റെ ടെമ്പറേച്ചർ സേ ഒരു 20 തൊട്ട് 60 വരെ വേരി ചെയ്യാം. അതേസമയം ഡൽഹിയിലാണെങ്കിൽ ഒരു -5 തൊട്ട് ഒരു 50 വരെ വേരി ചെയ്യാം. ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ വേരിയേഷൻസിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഓരോ ഫീൽഡ് കണ്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പെർഫോമൻസ് ഗ്രേഡിംഗ്. ഇത് വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, നിലവിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഫീൽഡ് കണ്ടീഷനെ ഡയറക്ട്ലി റിലേറ്റ് ചെയ്തുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് പെർഫോമൻസ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന, നിങ്ങൾ ഈ റോഡ് പണിയാൻ പോകുന്നത് ഡൽഹിയിലാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓരോ ഫീൽഡ് കണ്ടീഷൻ എന്താണോ, ഫീൽഡ് പെർഫോമൻസ് എന്താണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെലക്ഷൻ ചെയ്യുന്നതിനാണ് പെർഫോമൻസ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബിറ്റ്വീൻ ഗ്രേഡിയൻ നമ്മുടെ കോൺക്രീറ്റും സിമെന്റും പോലെ തന്നെ ബിറ്റ്വീൻ ഗ്രേഡിയൻ 3 മാർക്കുണ്ട്. ഒന്ന് പെനിട്രേഷൻ ഗ്രേഡിംഗ്, രണ്ട് വിസ്കോസിറ്റി ഗ്രേഡിംഗ്, തേർഡ് വൺ ഇസ് performance grading. So the PG system measures physical properties that directly relate to field performance. ഫീൽഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇവിടെ ഒരു ഗ്രേഡിംഗ് നടക്കാൻ പോകുന്നത്. So these are the 3 different types of grading of bitumen. Okay, next subheading is uses of bitumen. Uses of bitumen. ഈ ബിറ്റുമെൻ എന്ന് പറയുന്ന സാധനം റോഡ് കൺസ്ട്രക്ഷന് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അറിവിൽ റോഡ് കൺസ്ട്രക്ഷൻ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ടാവുമോ? നമ്മുടെ ബിറ്റുമെൻ റോഡ് കൺസ്ട്രക്ഷനിലല്ലാതെ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവുമോ? DPCക്ക് യൂസ് ചെയ്തില്ലേ? DPC എന്ന് പറഞ്ഞാൽ ഡാം പ്രൂഫ് ആയിട്ട് ഡാം പ്രൂഫിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലും ഈ പണ്ട് കാലത്ത് ഈ ഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഷിപ്പിന്റെ ഹള്ളൊക്കെ ഒട്ടി, ഈ പറഞ്ഞ പോലെ ഡാം പ്രൂഫിങ് അല്ലെങ്കിൽ മോയ്സ്ചർ പ്രൂഫിങ് വരേണ്ട സ്ഥലങ്ങളിലൊക്കെ ഈ ബിറ്റുമെൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഇതിനേക്കാളൊക്കെ ബെറ്റർ കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡാമിന്റെ വാട്ടർ പ്രൂഫിങ്ങിന് അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ ഇറോഷൻ കൺട്രോള്, ഡാമിന്റെ ഗ്രൗട്ടിങ്, എംബാങ്ക്മെന്റ് പ്രൊട്ടക്ഷൻ, മെംബ്രെയിൻ ലൈനിങ്, വാട്ടർ പ്രൂഫിംഗ് ഇൻ ഷിപ്സ്, ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ഷിപ്പിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തായിരുന്നു, പക്ഷെ ഇപ്പൊ വന്ന് മോർ ദാൻ 90% നമ്മൾ റോഡ് കൺസ്ട്രക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. ബിറ്റുമെന് പല യൂസുകളുണ്ട്, എന്നിരുന്നാൽ തന്നെയും മോർ ദാൻ 90% വി ആർ യൂസിങ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ itself. So now you can write the subheading as uses of bitumen. You can write the adhesive property of bitumen makes it a suitable material for several engineering applications. അതായത് ഇത് ബേസിക്കലി ഒരു ഗ്ലൂ ആണ്. ബിറ്റുമെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പശയാണ്. അപ്പൊ പണ്ട് കാലത്ത് ഇപ്പോഴത്തെ പോലെ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ബിറ്റുമെൻ നാച്ചുറലി ഒക്കറിങ് ആണല്ലോ. അതുപോലെ ടാറും ഉണ്ടായിരുന്നു. ഈ ടാറും ബിറ്റുമെനും ഒക്കെ പണ്ട് കാലത്ത് ഒരു പശ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ അത് യൂസ് കുറഞ്ഞു, റോഡ് കൺസ്ട്രക്ഷനിൽ മാത്രമായിട്ട് ഒതുങ്ങി വരുന്നുണ്ട്. So we can just list down the uses of bitumen. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം.
ബിറ്റുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അതിന് മെയിൻ പ്രൊഡക്റ്റ് എന്നത് പെട്രോളും ഡീസലും ഒക്കെയാണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിറ്റുമൻ കിട്ടും. പിന്നെ ബിറ്റുമിന്റെ മെയിൻ 4 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡക്ടിലിറ്റി, പെനിട്രേഷൻ, സോഫ്റ്റനിങ് പോയിന്റ്, ടെസ്റ്റുകൾ പറഞ്ഞു. പിന്നെ എങ്ങനെ ഗ്രേഡ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പെനിട്രേഷൻ ഗ്രേഡിംഗ് ഉണ്ട്, വിസ്കോസിറ്റി ഗ്രേഡിംഗ് ഉണ്ട്, പെർഫോമൻസ് ഗ്രേഡിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് വിസ്കോസിറ്റി ഗ്രേഡിംഗ് ആണ്. പിന്നെ ബിറ്റുമിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഡാം പ്രൂഫിംഗ് ഉണ്ട്, എംബാങ്ക്മെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, മെംബ്രെയിൻ ലൈനിങ് ഉണ്ട്, ഷിപ്സിൽ യൂസ് ചെയ്യാറുണ്ട്, പല യൂസുകളുണ്ട്. ബട്ട് ഈവൻ ദെൻ വി ആർ യൂസിങ് മോർ ഫോർ 90% വി ആർ യൂസിങ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻസ്. അത്രയാണ് ബിറ്റുമിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കെമിക്കലി പറയുവാണെങ്കിൽ അതൊരു ഹൈഡ്രോ കാർബൺ ആണ്. അതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ആയിരിക്കും. Okay, now we'll move into the next topic, that is emulsion, cutback and modified bitumen. ഇതെല്ലാം ബിറ്റുമിന്റെ വകഭേദങ്ങളാണ്. ഇമൽഷൻ, കട്ട്ബാക്ക്, മോഡിഫൈഡ് ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ ബിറ്റുമിന്റെ ഓരോരോ വകഭേദങ്ങളാണ്. അതെന്തൊക്കെയാന്നുള്ള സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമിൻ പ്ലസ് വാട്ടർ ആണ്. ബിറ്റുമിനും വാട്ടറും കൂടെ ഒരു ഇമൽസിഫയറിന്റെ പ്രസൻസിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഇമൽഷൻ ആയിട്ട് മാറും. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒരു പടം കാണിച്ചായിരുന്നു, നിങ്ങളെ പ്രൈം കോട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു അല്ലേ? എന്തായാലും പ്രൈം കോട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രൈം കോട്ട് എന്ന സാധനം ഒരു ഗ്രൗണ്ട് സർഫസിന് മുകളിൽ നമ്മൾ ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ബിറ്റുമിൻ ഒഴിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോ പറഞ്ഞു ബിറ്റുമിന്റെ വിസ്കോസിറ്റി വളരെ ഹൈ ആണ്. വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ബിറ്റുമിൻ ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ ബിറ്റുമിൻ ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വിസ്കോസിറ്റി കുറയ്ക്കണം. അപ്പൊ ഒരു ഗ്ലൂയിങ് മെറ്റീരിയൽ വേണം. അവിടെ ബിറ്റുമിൻ ഒഴിക്കാൻ പറ്റത്തില്ല, കാര്യം ബിറ്റുമിന് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ വിസ്കോസിറ്റി കുറയ്ക്കാൻ വേണ്ടി ബിറ്റുമിനിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാം. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ബിറ്റുമിനെ ഞാൻ ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ കിട്ടുന്ന സാധനമാണ് ഇമൽഷൻ എന്ന് പറഞ്ഞാൽ. ഇമൽഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ബിറ്റുമിൻ പ്ലസ് വാട്ടർ. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലോവർ വിസ്കോസിറ്റി. ഇനി കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ പ്ലസ് കെറോസിനാണ്. ബിറ്റുമിൻ പ്ലസ് കെറോസിനാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വിസ്കോസിറ്റി കുറയ്ക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ചിലപ്പോൾ റോഡ് പണിയുമ്പം കുഴികൾ വീഴും. ചെറിയ ചെറിയ കുഴികളാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വന്ന് ആ കുഴികൾ മാത്രമായിട്ട് അടച്ചിട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു റോഡ് കുഴിയുമ്പോൾ വലിയൊരാണെങ്കിൽ ഓക്കെ, അതല്ല ഞാൻ പറയുന്നത്. ഒരു കുഴി മാത്രമേ ഉള്ളെങ്കിൽ അവർ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഒരു ബാഗിനകത്ത് സാധനം പൊട്ടിച്ചിട്ടും ആ കുഴി അടയ്ക്കും, അങ്ങ് പോകും. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സംഭവം? ഉണ്ട്. അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ബിറ്റുമിൻ അല്ല. കാര്യം ബിറ്റുമിൻ ചൂടാക്കിയാൽ മാത്രമേ അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ സാധനം ചെയ്യുന്നത് ഒരു ജീപ്പേ വരും, ഒരു ബാഗ് പൊട്ടിക്കും, ആ ബാഗ് പൊട്ടിച്ചിട്ട് അത് അവിടെ ഇടുക ചെയ്യുന്നത്. അപ്പൊ അത് ബിറ്റുമിൻ അല്ല. കാര്യം ബിറ്റുമിൻ ആണെങ്കിൽ അതിന് 100 ഡിഗ്രിയിൽ മുകളിലാണെങ്കിൽ മാത്രമേ അത് ഫ്ലോ ചെയ്യത്തുള്ളൂ. അവിടെ അവർ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇമൽഷൻ അല്ലെങ്കിൽ കട്ട് ബാക്ക് ആയിരിക്കും. കട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ ബിറ്റുമിനെ കെറോസിൻ വെച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഇമൽഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിനെ വെള്ളം വെച്ച് ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ ഈ രണ്ടായാലും ശരി, ഇത് റോഡിലിട്ട് കഴിഞ്ഞ് വെയിലടിക്കുമ്പോൾ ഈ സോൾവെന്റ് കെറോസിൻ ആയാലും വെള്ളമായാലും വലിഞ്ഞു പോകും. അത് ബിറ്റുമിനായി മാറും. അതിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒറ്റ ചോദ്യം ഞാൻ പറഞ്ഞു, ഇമൽഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിനെ വെള്ളം വെച്ച് ഡൈല്യൂട്ട് ചെയ്യും. കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ബിറ്റുമിനെ കെറോസിൻ വെച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഇതിൽ ഏതായിരിക്കും നല്ലത്? ഇമൽഷൻ ആയിരിക്കുമോ കട്ട് ബാക്ക് ആയിരിക്കും നല്ലത്? ഞാൻ ഒന്നുകൂടെ പറയാം. ഇമൽഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ പ്ലസ് വാട്ടർ ആയിരിക്കും ഇൻ പ്രസൻസ് ഓഫ് എൻ ഇമൽസിഫയർ. കെറോസിൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ പ്ലസ് കെറോസിൻ. രണ്ടായാലും ശരി, റോഡിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്തെ സോൾവെന്റ് ഇവോപ്പറേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ കെറോസിൻ അല്ലെങ്കിൽ കെറോസിൻ ഇവോപ്പറേറ്റ് ചെയ്യും, വെള്ളമാണെങ്കിൽ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യും. ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബിറ്റുമിനാണ്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി ബിറ്റുമിനായിട്ട് മാറും. ഇമൽഷനും ബിറ്റുമിനായിട്ട് മാറും, കട്ട് ബാക്കും ബിറ്റുമിനായിട്ട് മാറും. എന്റെ ചോദ്യം, ഇതിൽ ഏതാണ് നല്ലത്? ഇമൽഷൻ ആയിരിക്കും നല്ലത്, കട്ട് ബാക്ക് ആയിരിക്കും നല്ലത്? തീർച്ചയായിട്ടും ഇമൽഷൻ നല്ലത്. കട്ട് ബാക്ക് എന്ന സാധനം ഇപ്പൊ ഉപയോഗിക്കാറേ ഇല്ല, പഴയ സാധനമാണ്. ഇപ്പം ഇമൽഷനെ യൂസ് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടാണ് ഇമൽഷൻ നല്ലതെന്ന് പറഞ്ഞേ? അതിനകത്ത് വെള്ളം മാത്രമെന്നല്ല, ഈ വെള്ളം വലിഞ്ഞു പോകും, ഈ സോൾവെന്റ് വലിഞ്ഞു പോകും.
ഈ കെറോസിൻ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറത്തേ ഉള്ളൂ. പക്ഷെ വെള്ളത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വെള്ളം സോൾവെന്റ് ആയിട്ടുള്ള ഇമൽഷൻ ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഒരു സാധനമുണ്ട് മോഡിഫൈഡ് ബിറ്റുമിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഒരു ബിറ്റുമിന്റെ സോഫ്റ്റനിങ് പോയിന്റ് 55 ആയിരുന്നു, പാലക്കാട് 60 വരെ പോകുന്നുണ്ട്. അപ്പൊ ഈ ബിറ്റുമിൻ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ബിറ്റുമിൻ എനിക്ക് പാലക്കാട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മോഡിഫൈഡ് ബിറ്റുമിനിലേക്ക് പോകുന്നത്. ഈ മോഡിഫൈഡിനെ നമ്മൾ ക്രംബ് റബ്ബർ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുമെങ്കിലും അത്ര ടെക്നിക്കൽ ഒന്നും അല്ല. സാറിന് ക്രംബ് റബ്ബർ വെച്ച് മോഡിഫൈ ചെയ്യും. ക്രംബ് റബ്ബർ വെച്ച് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വിസ്കോസിറ്റി, ഇതിന്റെ സോഫ്റ്റനിങ് പോയിന്റ് ഹൈ ആവും. അപ്പൊ എനിക്കിത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്നൊരു പറയാം, ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ട്രാഫിക് കൂടിയ സ്ഥലങ്ങളിൽ എനിക്ക് നല്ല പെർഫോമൻസ് കിട്ടാനായിട്ട് ഞാൻ ക്രംബ് റബ്ബർ വെച്ച് സാധാരണ ബിറ്റുമിനെ മോഡിഫൈ ചെയ്യും. അപ്പോൾ കിട്ടുന്ന സാധനമാണ് മോഡിഫൈഡ് ബിറ്റുമിൻ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമൽഷൻ, കട്ട് ബാക്ക്, മോഡിഫൈഡ് ബിറ്റുമിൻ. ആ മൂന്നിനെ പറ്റിയും ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഓരോന്ന് കാണാം. സോ ഫസ്റ്റ് വൺ ഇസ് ഇമൽഷൻ. ഇമൽഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബിറ്റുമിൻ സസ്പെൻഡഡ് ഇൻ വാട്ടർ. ഒന്നുകൂടെ ആഡ് ചെയ്യാം. ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇമൾസിഫയർ. ചുമ്മാ ഉണ്ടായി ബിറ്റുമിനിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു ഇമൾസിഫയർ, ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ പ്രസൻസിൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആകത്തുള്ളൂ. സോ ഇമൾഷൻ എന്ന് പറയുമ്പോൾ ബിറ്റുമിൻ സസ്പെൻഡഡ് ഇൻ വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇമൾസിഫയറിനെയാണ് നമ്മൾ ഇമൾഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നോർമലി ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാറ്റാണിക് ഇമൾഷൻ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയാമോ? കാറ്റാണിക് ഇമൾഷൻ ആർ പ്രിഫേർഡ് ഇൻ ഇന്ത്യ സിൻസ് അഗ്രിഗേറ്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. എന്റെ അർത്ഥം പറയാമോ? നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് കാറ്റാണിക് ഇമൾഷൻ ആണ്, നമ്മുടെ അഗ്രിഗേറ്റ്സ് ആനയോണിക് ആണ്. അപ്പൊ അത് നമ്മൾ എന്താ റിലവൻസ് എന്താ? ആരെങ്കിലും? ബോണ്ട് ചെയ്യോ? ബോണ്ടിങ് പെട്ടെന്ന് സംഭവിക്കും. അതായത് ഈ ഇമൽഷന് സ്ട്രെങ്ത് വരണമെന്നുണ്ടെങ്കിൽ ബോണ്ടിങ് സംഭവിക്കണം. അപ്പോൾ ഇമൽഷന് ഒരു ചാർജ് ഉണ്ട്, അഗ്രിഗേറ്റിന് ഒരു ചാർജ് ഉണ്ട്. അത് എപ്പോഴും നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് നെഗറ്റീവ്ലി ചാർജ്ഡ് അഗ്രിഗേറ്റ്സ് ആണ്. കാര്യം അത് സിലിക്ക കണ്ടന്റ് കൂടുതലാണ്, അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് അഗ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ്സ് നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് തന്നെ ഇമൽഷൻ പോസിറ്റീവ്ലി ചാർജ് ആവണം, എങ്കിൽ മാത്രമേ ബോണ്ടിങ് സംഭവിക്കുള്ളൂ. സോ ഫോർ ദിസ് റീസൺ വി യൂസ് കാറ്റയോണിക് ഇമൽഷൻ ഇൻ ഇന്ത്യ. അതേസമയം സൗത്ത് ആഫ്രിക്കയിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ആനയോണിക് ഇമൽഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചു ഇമൽഷന്റെ കാര്യം. നിങ്ങൾ ഈ വലത്തുവശത്ത് കാണുന്നതാണ് ഇമൽഷൻ എന്ന് പറഞ്ഞ സാധനം. ഇത് ആലപ്പുഴ ഒരു വർക്കിന് വേണ്ടി ഞാൻ എടുത്തൊരു ഫോട്ടോ ആണിത്. അപ്പൊ നമ്മൾ ടാറിങ്ങിന്റെ സമയത്ത് ഈ സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോ ഇത് കണ്ടത്, ഇത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമൽഷൻ ആയിരിക്കും, ഒരിക്കലും അത് ടാർ ആയിരിക്കത്തില്ല. വേറെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ കളർ നോക്കിയാൽ മനസ്സിലാവും, ഇത് ബ്രൗൺ കളറാണ്. ഇമൽഷന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്. അതേസമയം ബിറ്റുമിന്റെ കളർ എന്താ? ബിറ്റുമിന്റെ കളർ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആണ്. ബിറ്റുമിൻ ബ്ലാക്ക് ആണ്, ഇമൽഷൻ ബ്രൗൺ ആണ്. ഈ ബ്രൗൺ സാധനം എന്ന് പറഞ്ഞാൽ ഇമൽഷനും ബിറ്റുമിനും വെള്ളമുണ്ട്. ഇത് റോഡിൽ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് ആവും. അതായത് ഈ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്രൗൺ കളർ മാറി അത് ബ്ലാക്ക് ആയിട്ട് വരും. ഓക്കെ, ഇനി ഇമൽഷന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഇമൽഷൻ പല ടൈപ്പ് ഉണ്ട്. RS ഉണ്ട്, MS ഉണ്ട്, SS ഉണ്ട്. എന്തായിരിക്കും വ്യത്യാസം? RSഉം MSഉം SS ആയിട്ടുള്ള വ്യത്യാസം എന്തായിരിക്കും? RSഉം MSഉം SS ആയിട്ടുള്ള വ്യത്യാസം എന്നായിരിക്കും? ഇമൽഷന്റെ പല ടൈപ്സ് ആണ്. RS1 ഉണ്ട്, RS2 ഉണ്ട്, പിന്നെ MS ഉണ്ട്, SS1ഉം SS2ഉം. ഞാൻ ഇതുവരെ പറഞ്ഞ് നിർത്താം കേട്ടോ. എന്തായിരിക്കും RSഉം MSഉം
SS ആയിട്ടുള്ള വ്യത്യാസം എന്തായിരിക്കും? RS എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സെറ്റിംഗ് ആയിരിക്കും. MS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MS എന്ന് പറഞ്ഞാൽ മീഡിയം സെറ്റിംഗ് ആയിരിക്കും. SS എന്ന് പറഞ്ഞാലോ സ്ലോ സെറ്റിംഗ് ആയിരിക്കും. സ്ലോ സെറ്റിംഗ് ആയിരിക്കും. അപ്പം പല ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടാക്കോട്ട് എന്നൊരു സാധനമുണ്ട്. ടാക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിറ്റുമിനസ് ലെയറിന്റെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടാക്കോട്ട് ആണ്. അതുപോലെ സർഫസ് ഡ്രസ്സിംഗ് എന്നൊരു സാധനമുണ്ട്. അതുപോലെ പല 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 ആപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ ആപ്ലിക്കേഷനും ഓരോ റിക്വയർമെന്റ് ആണ്. ചിലടത്ത് പെട്ടെന്ന് ഇത് ക്യൂറി ചെയ്യണം, അല്ലെ ബോണ്ട് ഉണ്ടാവണം. ചിലടത്ത് പതിയെ ഉണ്ടായാൽ മതി, ചിലടത്ത് സ്പീഡിൽ ഉണ്ടാവണം. അപ്പൊ ആ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ വർക്കിനും അനുസരിച്ച് പല പല ടൈപ്സ് ഉണ്ട്. അപ്പൊ RS1 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സെറ്റിംഗ് 1, RS2 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സെറ്റിംഗ് 2, അതുപോലെ MS, SS, SS2. ഇപ്പൊ ഒന്ന് എഴുതിയെടുക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമൽഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അഞ്ച് ടൈപ്പ് ഉണ്ട്: RS, RS2, MS, SS1, SS2. ഈ 1, 2 എന്ന് കാണിക്കുന്നത് അതിന്റെ വിസ്കോസിറ്റി ആണ്. അതായത് RS1-നേക്കാൾ ഹയർ വിസ്കോസിറ്റി ആയിരിക്കും RS2-ന്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് അനുസരിച്ച് നമുക്ക് ഏത് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം. അതെല്ലാം പറഞ്ഞ കോഡുണ്ട്. IS ട്രിപ്ലേറ്റ്സ് എന്നൊരു കോഡുണ്ട്. ആ കോഡിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. SS2-ന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ETB. ഇത് നമ്മൾ ആലപ്പുഴ ചെയ്തൊരു വർക്കാണ്. ഇതാണ് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ ബേസ് ആണ് ഈ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ETB. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സെയിം മെറ്റീരിയൽ, ഈ ആദ്യം കാണുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടാമത് യൂസ് ചെയ്തത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് ഇമൽഷന്റെ കൂടെ ബ്ലെൻഡ് ചെയ്തു, ഇത് ഇമൽഷനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 1 ആയിരിക്കുമോ 2 ആയിരിക്കും ബെറ്റർ? നിങ്ങൾ കാണുന്ന പടത്തിൽ 1 ആയിരിക്കോ 2 ആയിരിക്കും ബെറ്റർ? 2 ആയിരിക്കും. 2 ആയിരിക്കും. എന്തുകൊണ്ടാണ് 2 ബെറ്റർ എന്ന് പറഞ്ഞത്? ഇമൽഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിറ്റുമിൻ എല്ലായിടത്തും ഒന്ന് ഇത് തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടാവും. ഈ ഇതുപോലെ ലോട്ട് ആരുകാല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടി പോകുമ്പോഴും ഈ അഗ്രിഗേറ്റ് ലൂസായി പോകും. ഓരോന്ന് ഇളകി പോകും. നോക്കിയാൽ മനസ്സിലാവും, ഓരോന്നും ഊരി പൊക്കൊണ്ടിരിക്കുക. ഇത് ബൗണ്ട് അല്ല, ഇത് തമ്മിൽ വലിയ ബോണ്ടിങ് ഒന്നുമില്ല, ഓരോന്നും പൊക്കൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് പൊടിശല്യം വളരെ കൂടുതലായിരിക്കും. ഒരു റോഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് അതേപോലെ വണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരിക്കും. ഓക്കെ, അതേസമയം ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ട് മെറ്റീരിയൽ, ഇമൽഷൻ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ബൗണ്ട് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ സ്ട്രെങ്തും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, തീർച്ചയായിട്ടും 1-നേക്കാൾ ബെറ്റർ 2 ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും പ്രശ്നം? വാട്ട് ഇസ് ദ പോസിബിൾ പ്രോബ്ലം ഇൻ 2? കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഈ ഇമൽഷന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതാണ് രണ്ടാമത്തിന്റെ പ്രശ്നം. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് സപ്പോസ് ഒരു 200 സെന്റിമീറ്റർ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 100 മതി. തിക്നെസ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് തിക്നെസ് കുറച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു എമർജിങ് ടെക്നോളജിയാണ്. ഈ പറയുന്നതൊക്കെ ഒരു എമർജിങ് ടെക്നോളജിയാണ്. അതിൽ ഒത്തിരി എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇമൽഷന്റെ ആപ്ലിക്കേഷനിൽ ഒരെണ്ണമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇമൽഷൻ ഡിഫറെന്റ് ടൈപ്സും അതിന്റെ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്രേ ഉള്ളൂ. ബിറ്റുമിന്റെ സോഴ്സ്, അതായത് ബിറ്റുമിൻ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബിറ്റുമിന്റെ ഡിഫറെന്റ് ടെസ്റ്റുകൾ പറഞ്ഞു. ബിറ്റുമിൻ എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇമൽഷൻ, കട്ട് ബാക്ക്, മോഡിഫൈഡ് ബൈൻഡറിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു. അതിനകത്ത് ഇമൽഷനെ പറ്റി നമ്മൾ കണ്ടു. ഇനി ബാക്കിയുള്ളത് മോഡിഫൈഡ് ബൈൻഡറും പിന്നെ നമ്മുടെ കട്ട് ബാക്കുമാണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അടുത്ത ക്ലാസ് കൊണ്ട് മിക്കവാറും നമ്മുടെ മൊഡ്യൂൾ 1 തീരും. ഓക്കെ, അപ്പൊ അടുത്ത ചൊവ്വാഴ്ചയാണ് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അന്ന് നമുക്ക് പോർഷൻ തീർക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾ അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യുക, നോട്ടിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.
Thank you, sir. താങ്ക് യു സർ താങ്ക് യു താങ്ക് സർ യു സർ.